മാമലക്കണ്ടം ഉരുളിക്കുഴി വെള്ളച്ചാട്ടത്തിന് സമീപം ആരംഭിക്കുന്ന പിണവൂർ ചെറുകിട ജലവൈദ്യുത പദ്ധതിക്കെതിരെ പ്രതിഷേധവുമായി മാമലക്കണ്ടം നിവാസികൾ. എറണാകുളം ഇടുക്കി ജില്ലയുടെ അതിർത്തിയായ മാമലക്കണ്ടത്താണ് സ്വകാര്യ വ്യക്തി ചെറുകിട ജലവൈദ്യുത പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പദ്ധതിയുടെ മറവിൽ കരിങ്കൽ പാറകൾ കടത്താനുള്ള ശ്രമമാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി ഉരുളിക്കുഴി മുതൽ ആനന്ദക്കുടി വരെ 3 മലകൾ തുരന്നാണ് വെള്ളം കൊണ്ടുപോകുന്നതിനായി ടണൽ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇത് പ്രദേശത്ത് വലിയ തോതിലുള്ള മണ്ണിടിച്ചിലും മനുഷ്യ വന്യജീവി സംഘർഷത്തിനും ഇടയാക്കും. മാമലക്കണ്ട ഉരുളിക്കുഴി പിണർക്കുടി ഒരു ജലവൈദ്യുത പദ്ധതി വരുന്ന കാര്യം നിങ്ങൾ ഇതിനോട് അറിഞ്ഞു കാണുമല്ലോ. നിലവിൽ നമ്മൾ നിൽക്കുന്ന ഈ തോട്ടിൽ വെറും 5 മാസം മാത്രമാണ് വെള്ളമുള്ളൂ. അതിന് ഈ വെള്ളം ഇവിടുന്ന് ഏതാണ്ട് 4 കിലോമീറ്ററോളം തുരങ്കം അടിച്ചുകൊണ്ടുപോയി പിണർക്കുടിയിൽ എത്തിച്ചാണ് ഇത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഈ പ്രൈവറ്റ് കമ്പനി നോക്കുന്നത്. നിലവിൽ ഇവിടെ മാമലക്കണ്ടത്തെ ആവശ്യങ്ങൾക്ക് പോലും നിലവിൽ വെള്ളമില്ല. വേനൽക്കാലം വരുമ്പോൾ വെള്ളം എത്തിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിൽ നിന്ന് വാഹനത്തിന്റെ സൗകര്യത്തോടു കൂടിയാണ്. ഇത്ര ജലമില്ലാത്ത സ്ഥലത്ത് ഈ പദ്ധതി നടത്തുന്നത് വെച്ചാൽ ഈ പദ്ധതിയുടെ മറവിൽ വൻ കൊള്ളയാണ്. അതായത് തുറന്നു പറയാം, 2 മല തുറന്ന് പോകുന്നത്, ഒന്ന് കല്ലിലുള്ള മലയാണ്. അത് ഏതാണ്ട് 2.5-3 മീറ്റർ വീതിയിൽ തുറന്നു പോകുമ്പോൾ അതിൽ കിട്ടുന്ന കല്ലാണ് ഇവരുടെ ലാഭം. അത് മാത്രമാണ് തുറന്ന് ഞങ്ങൾ പറയുന്നത്. ആ കല്ല് കൊണ്ടുപോയി മറിച്ച് വിൽക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൊണ്ട് നടത്തുന്ന ഒരു പദ്ധതി മാത്രമാണ് അത്. ഈ മല കഴിയുമ്പോൾ പിന്നെയാണ് ഞങ്ങളെല്ലാം ആടുമുടി, ഏറ്റവും ഒരു വലിയ മലയാണ്, അതും കൂടി തുറക്കുന്നുണ്ട്. അങ്ങനെ 2 വലിയ മലകൾ തുറന്ന് അതിനെ കല്ലെടുത്ത് മറിച്ച് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം നടത്തുന്ന ഒരു പദ്ധതി മാത്രമാണിത്. ടണൽ കടന്നുപോകുന്നത് വനമേഖലയിൽ കൂടിയാണ്. ഇത് വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാനും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് ഗ്രീൻ കെയർ കേരള ജില്ലാ ജനറൽ സെക്രട്ടറി കെ ബുൾബേന്ദ്രൻ പറഞ്ഞു. ഈ അടുത്ത കാലത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇവിടെ വന്ന് സർവേക്ക് വരുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. അങ്ങനെ ഞങ്ങൾ ഗ്രീൻ കെയർ കേരളയ്ക്ക് പരാതി തരികയും ഞങ്ങൾ ഇവിടെ വന്ന് നേരിട്ട് അന്വേഷിച്ചപ്പോൾ ഈ പ്രദേശത്തെല്ലാം ആനകളുടെ ആവാസ വ്യവസ്ഥയാണ്. മറ്റു വന്യജീവികളും വരുന്ന ഈ പ്രദേശം പശ്ചിമഘട്ട മലനിരകളിലെ ഹോട്ട്സ്പോട്ടാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ്. 100 കണക്കിന് ആനകളാണ് ഇവിടെ വന്ന് വെള്ളം കുടിക്കാൻ വരുന്നത്. 3 മലകൾ തുരന്നാണ് ടണലിൽ കൂടെ വെള്ളം കൊണ്ടുപോയി പവർ ഹൗസിലേക്ക് ചാടിക്കാനുള്ള ഈ പദ്ധതിയുടെ പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് വന്യമൃഗങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷം ഈ പ്രദേശത്തേക്ക് ചിന്നക്കനാൽ പോലുള്ള മേഖലയിൽ സംഭവിച്ച പോലെ ഇവിടെയും സംഭവിക്കുകയും അത് വലിയ സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്യും. അതിലുപരി ആദിവാസി ഉന്നതികളിലെ ജനങ്ങളാണ് മറുഭാഗത്ത് കൂടുതലും താമസിക്കുന്നത്. അവരുടെ എല്ലാം സ്വസ്ഥമായ സ്വൈര്യമായ ജീവിതത്തിനും നാട്ടുകാർക്കും ഈ പദ്ധതി വളരെ ദോഷമാണ്. പദ്ധതിയുടെ ഭാഗമായി പാറ ഖനനം നടത്തുമ്പോൾ ആനയടക്കമുള്ള വന്യജീവികളുടെ സ്വൈര്യവിഹാരത്തിന് തടസ്സമാവുകയും പ്രദേശത്ത് രൂക്ഷമായ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഇടവരുത്തുകയും ചെയ്യും. ഉരുളിക്കുഴി വെള്ളച്ചാട്ടം കാണുവാനായി നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. വർഷത്തിൽ 5 മാസമാണ് ഉരുളിക്കുഴി തോട്ടിൽ വെള്ളമുണ്ടാവുകയുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മറ്റൊരു പദ്ധതിക്ക് തുടക്കമിട്ടിരുന്നു. വെള്ളമില്ലാതെ വന്നതോടെ ഈ പദ്ധതി നിലച്ചു പോവുകയായിരുന്നു. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് പദ്ധതിക്ക് പെർമിഷൻ നൽകിയിരിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ സർവേക്ക് എത്തിയപ്പോഴാണ് പ്രദേശവാസികൾ പദ്ധതിയുടെ വിവരങ്ങൾ പുറത്തറിയുന്നത്. പദ്ധതി നടപ്പിലാക്കിയാൽ മാമലക്കണ്ടം മേഖലയിൽ വലിയ തോതിലുള്ള പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാകുമെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. കേരള 1 മലയാളം, ഇടുക്കി.